ഹലോ, ഇന്ന് കുക്കിംഗ് വീഡിയോ എന്നല്ല, നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ ഒരു ചെറിയ ടൂർ വീഡിയോ ആണ്. നമ്മളിതിന് മുന്നേയൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോ ഒന്നിച്ചിട്ടുണ്ടാകുന്ന കരുതിയിട്ട് കുറച്ചായിട്ട് ഇടാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ മിസ്സായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വീഡിയോ കൂടി ബാക്കിയിട്ട് കേട്ടോ. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പോകുന്നത് ദുബായിൽ ഗ്ലോബൽ വില്ലേജിലേക്കാണ്. നമ്മൾ അവിടുന്ന് പോന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പോകുന്നത് ഏകദേശം ഒരു 1 month ആയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മുഴുവനായിട്ട് ഒന്നിച്ച് അപ്ലോഡ് ചെയ്യാന്നുള്ളത് സാധിക്കില്ല, കാരണം അത്രയും കാണാനും നമ്മുടെ വീഡിയോ തന്നെ ഒരുപാടുണ്ടാവും. അപ്പോൾ കുറച്ചായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ ഏകദേശം കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. നമ്മളിത് ഓപ്പൺ ആവുന്നതിന് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു, ഒരു അരമണിക്കൂർ മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ 4 മണിക്ക് വന്നിട്ടുണ്ട്, 4:30ക്കാണ് ഓപ്പണായി തോന്നുന്നു. പിന്നെ ഒരുപാട് പേര് ക്യൂ ആയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാവരും നമ്മൾ റെഡി ആയിട്ട് അവിടെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആഴ്ചകൾ ഇത് ക്ലോസ് ആയിരുന്നു. അതിന് ശേഷം ഇത് ഓപ്പണായിട്ട് സെക്കൻഡ് ഡേ തോന്നുന്നു. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതൊരു മഹാലോകമാണ്. എല്ലാ രാജ്യങ്ങളുടെയും അവരുടെ എന്താ പറയുക, വസ്ത്രങ്ങൾ, ഭക്ഷണം, അവരെ കൾച്ചർ, അങ്ങനെ എല്ലാത്തും ഒരുപാട് കാണാനുണ്ട്. ഓരോന്ന് കണ്ടു തീർക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. എങ്കിലും നമുക്ക് എല്ലാ ഭാഗത്തും കൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിപ്പോരാൻ തന്നെ അത്യാവശ്യം മണിക്കൂറുകൾ വേണം. ഞങ്ങൾ ഏകദേശം ഒരു 4 മണി 4:30 അകത്ത് കയറിയിട്ട് 8:30ക്കാണ് തിരിച്ചു പോകുന്നത്. എന്നിട്ടും മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു, ഓപ്പണായി നമ്മൾ അകത്ത് കയറി ഫസ്റ്റ് ഭാഗമായിട്ടായി കാണുന്നത്. ഇവിടെ നിന്ന് പിന്നെ ഓരോ രാജ്യങ്ങളായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു മഹാ അത്ഭുതമാണ്. നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ നടന്നു പോകാനും ബുദ്ധിമുട്ടുള്ളവർക്ക് ഇരുന്ന് പോകാനും ഉള്ള വണ്ടികളും ഇതൊക്കെ ഉണ്ട്. അതിന് നമുക്ക് പേ ചെയ്തിട്ട് പോകാവുന്നതാണ്. ഇത് നമുക്ക് ഇന്ന രാജ്യമാണെന്ന് അറിയാനുള്ള പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യ ആകുമ്പോൾ താജ്മഹൽ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഓരോ രാജ്യങ്ങൾ പ്രത്യേക, ഈജിപ്ത് കാണുമ്പോൾ മമ്മികൾ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെരിഞ്ഞ ഗോപുരം എല്ലാം തന്നെ നമുക്ക് ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ രാജ്യത്തും പോയി ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. നമ്മളെല്ലാ രാജ്യവും വിസിറ്റ് ചെയ്ത പോലെ തോന്നും കേട്ടോ. അതുമാത്രമല്ല, ഇവിടെ വരുന്ന ജനങ്ങൾ എല്ലാ രാജ്യത്തു നിന്നുള്ള ആളുകളുണ്ടാകും എന്നുള്ളതാണ്. നമുക്ക് എല്ലാ രാജ്യ ആളുകളെയും, ഭാഷകൾ, ആളുകളെയും, അവരുടെ വസ്ത്രവും, അവരുടെ ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് അകത്തേക്ക് കയറി പോയിട്ടാണ് കേട്ടോ ഓരോ ഭാഗങ്ങൾ, ഓരോ രാജ്യങ്ങൾ കാണുന്നത്. ഇത് ഒരുപാട് പടയാളികൾ. ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തിരക്കുള്ള ഒരു പ്ലേസാണ്. അത്രയും, കാരണം നമ്മുടെ ചെറിയ ഇഷ്യൂ ഒക്കെ പ്രോബ്ലംസ് ഉള്ളത്, അത് ക്ലോസ് ആയതുകൊണ്ടാണ് ആളുകൾ തിരക്ക് കുറവ് കേട്ടോ. തിരക്ക് കുറവ് എന്നല്ല, അതിന് ഒറിജിനൽ തിരക്ക് സംബന്ധിച്ച് തിരക്ക് പോകുന്നത്. പക്ഷേ ഒരുപാട് പേരുണ്ട്, ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതിന്. രാത്രി ആകുമ്പോഴേക്ക് നമുക്ക് ആ പരസ്പരം അത്ര തട്ടിമുട്ടി നടക്കാവുന്ന അത്രയും ആളുകളായിരിക്കും രാത്രി ആകുമ്പോഴേക്ക് എത്തുക. പിന്നെ ഇതൊരു ചെറിയ സ്ഥലമോ ചെറിയ സംഭവമോ അല്ല, അത്രയും ആളുകൾക്ക് വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് തുർക്കി രാജ്യത്തേക്കാണ് കേട്ടോ. ഓരോ രാജ്യങ്ങളുടെയും അവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും, അതിനകത്തേക്ക് പോകാം. പിന്നെ അത് പുറത്തേക്ക് വരാനുള്ള സ്ഥലവും ഉണ്ടാകും. തുർക്കി ചെല്ലുമ്പോൾ നമ്മുടെ ഐസ്ക്രീമില്ല, നമ്മളെപ്പോഴും യൂട്യൂബിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഐസ്ക്രീം, നമ്മളെ കബളിപ്പിക്കുന്ന ഐസ്ക്രീമില്ലേ, ഐസ്ക്രീമിൻ്റെ ഒരു സെക്ഷൻ ഫസ്റ്റ് അവരുണ്ടാവും. നമ്മളെല്ലാവരും വിളിക്കും അവർ, പക്ഷെ നല്ല റേറ്റ് ഉണ്ട് അവിടെ. ഏത് ഐറ്റംസിനും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഐറ്റംസിനേക്കാൾ ഡബിൾ ഇരട്ടി വില ഉണ്ടാകും നമ്മുടെ ഇവിടെ നിന്ന് മേടിക്കുന്ന എല്ലാ ഐറ്റംസിനും. വളരെ എവിടെയെങ്കിലും വിരളമായിട്ട് കുറച്ച് വില കുറവുണ്ടാവുള്ളൂ. നമുക്കത് കാണുമ്പോൾ മേടിക്കാൻ തോന്നും, പക്ഷേ വില കേൾക്കുമ്പോൾ മേടിക്കാൻ തോന്നില്ല. കാരണം നമ്മൾ ഇതിലപ്പുറം ചാടിക്കടന്നവരെ നെല്ലിപ്പൂരപ്പറമ്പിലും പള്ളിപ്പെരുന്നാളിലും ഉത്സവ പറമ്പിലൊക്കെ വില പേശിയിരുന്ന നമ്മളോട് വളരെ വലിയ വിലയായിരിക്കും അവർ പറയാം കേട്ടോ. അതൊന്നും നമുക്ക് ഒരിക്കലും അറിയാം, ഇതിൻ്റെ വില ഒരിക്കലും അതല്ല എന്നുള്ളത് അറിയാം. പക്ഷെ ഇതൊക്കെ കാണാൻ തന്നെ ഭംഗി. അവിടുത്തെ ഓരോ ഐറ്റംസ് നമുക്ക് കാണാം, അവിടുത്തെ ഫുഡുകൾ കാണാം, അവിടുത്തെ സംഭവം കാണുമ്പോൾ നല്ല മനോഹരം കേട്ടോ. ഒരുപാട് പേര് മേടിക്കുന്നുണ്ട്, കൂടുതൽ അറബികളൊക്കെ ഒരുപാട് വാങ്ങുന്നുണ്ടത്. അതുകൊണ്ട് സോപ്പുകളുണ്ട്, പലതരം പെർഫ്യൂംസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അവിടെ പ്രത്യേകിച്ച് ഇല്ലാത്ത ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ഓരോ രാജ്യത്തിൻ്റെ എല്ലാ ഐറ്റംസും. ഫുഡൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് കിട്ടും, അതൊക്കെ നമുക്ക് മേടിച്ച് പോകുന്നല്ലാതെ വാങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഡ്രസ്സുകൾ, ഫർദകൾ, പിന്നെന്താ പറയുക, ഷോള്, ബാഗ്, പാത്രം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള ഓരോ രാജ്യത്ത് പാത്രം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ അവരെ ചെരുപ്പുകൾ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്നു. പിന്നെ ജ്വല്ലറീസ് ഉണ്ട്, വളമാലകളുണ്ട്, അതുപോലെ തൊപ്പികൾ, കുപ്പികൾ എല്ലാം അതുണ്ടായിരുന്നു. പിന്നെ ഗ്ലാസ് ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ ചെന്നിട്ട് മേടിക്കണം തോന്നിയുള്ള ഒരു ഐറ്റം പാത്രങ്ങളായിരുന്നു കേട്ടോ. പക്ഷെ നല്ല റേറ്റാണ് പാത്രത്തിനൊക്കെ. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ. എനിക്ക് യൂട്യൂബിനകത്ത് നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് കാണിക്കാനായിരിക്കും എന്നുള്ളൊരു ആഗ്രഹമുണ്ട് കേട്ടോ കൂടുതലായിട്ട്. പക്ഷെ ഒന്നും മേടിച്ചില്ല. നമ്മളിതൊക്കെ കണ്ടിങ്ങോട്ട് പോകുന്നു, വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നു.
പിന്നെ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് എല്ലാതും ഇങ്ങനെ നമുക്ക് ഓരോന്ന് നിരീക്ഷിച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കാരണം നമുക്കിതിങ്ങനെ പോരണം, നമ്മളിങ്ങനെ പോന്നുകൊണ്ടേയിരിക്കണം, പോകുന്ന വഴി കാണുന്ന വീഡിയോ ഇങ്ങനെ എടുക്കുന്നു. അവിടുത്തെ കച്ചവടക്കാരൊക്കെ പാവുന്നത് അവർ വരുന്നവരോടൊക്കെ വരാനും അവർ തിരിക്കാനും മേടിക്കാനൊക്കെ പറയും. പക്ഷേ അധികം പേര് നമ്മളെ പോലുള്ളവരൊന്നും മേടിക്കില്ല, എല്ലാത്തിനും മേടിക്കുന്നുണ്ട് കേട്ടോ. അവിടെ വരുന്നത് അത്രയും മേടിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ. ഇത് കണ്ടത് അവിടെ തന്നെ പൊടിച്ച് നമ്മൾ ആട്ടുകല്ല് പോലെ എന്തോ സംഭവം അവർ അവിടെ പൊടിച്ച് ഗരം മസാല ഐറ്റംസൊക്കെയാണത്. നമ്മുടെ പട്ട ഗ്രാമ്പ് ഒക്കെ ഐറ്റംസൊക്കെയാണ്. നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ ആകാംക്ഷയാണ് കാണുമ്പോൾ. പലതൊന്നല്ല, മിക്കതും നമ്മൾ കാണാത്ത ഐറ്റംസ് ആയിരിക്കും കൂടുതൽ, നേരിട്ട് കാണാത്തതാണ് ഞാൻ കൂടുതൽ ഐറ്റംസ്. കാരണം ഓരോ രാജ്യങ്ങൾ സ്പെഷ്യൽ ആകുമ്പോൾ ഇതെന്താ പച്ച മഞ്ഞ നീല കളറിലൊക്കെ ഉണ്ട് ഓരോ പൊടികൾ. അതെന്താ ഞാൻ പ്രത്യേകം നോക്കിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് എന്തൊരു മസാല സംഭവങ്ങളാണ്. ഇത് കണ്ട ഓരോ രൂപത്തിലുള്ള പ്ലേറ്റ്സുകളുണ്ട്. പിന്നെ ആ തുർക്കിയുടെ ഐസ്ക്രീം വീണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഐസ്ക്രീംകാരൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോന്നു. പിന്നെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അവിടെ ഐസ്ക്രീം തന്നെ ഫേമസ് ആവാൻ ഈ ഒരു സംഭവമാണ്. എല്ലാവരും ഇങ്ങനെ കബളിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും ഫേമസ് ആവാൻ കാരണം തന്നെ ഐസ്ക്രീം. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അവർ ഐസ്ക്രീം മേടിച്ചു. അത് കണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും തിരിച്ചു. ഇതാ വേറെ ഷോപ്പ്, അത് ഇപ്പുറത്ത് വേറെ ഷോപ്പുണ്ട്, വീണ്ടും ഐസ്ക്രീം. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. തുർക്കി രാജ്യത്ത് നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്കാണ് പോകുന്നത്. ഇനി അടുത്ത രാജ്യമായി നാളെ കാണാം. താങ്ക്